ഇന്ന് നമുക്ക് കമ്പിളിയെക്കുറിച്ച് പഠിക്കാം. കമ്പിളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചെമ്മരിയാടുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ 2 തരം കമ്പിളികളുണ്ട്. കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതുണ്ട്, ചെമ്മരിയാടുകളിൽ നിന്ന് നേരിട്ടെടുക്കുന്നതുമുണ്ട്. ഏറ്റവും മേൽത്തരം കമ്പിളി എന്ന് പറയുന്നത് സ്പെയിനിലെ മെറീനോ ആടുകളിൽ നിന്നും ശേഖരിക്കുന്ന കമ്പിളികളാണ്. അവിടെയാണ് സ്പെയിനിലെ മെറീനോ ആടുകൾ. മുഖ്യ ചെമ്മരിയാട് വളർത്തൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദക്ഷിണാമേരിക്ക, ദക്ഷിണാഫ്രിക്ക, സോവിയറ്റ് യൂണിയൻ. എന്താണ് വൂൾ ഫ്ലീസ്? പൊടി, അഴുക്കും കെട്ടുപിണഞ്ഞതുമായ ചെമ്മരിയാടിൻ്റെ രോമങ്ങളെ പറയുന്ന പേരാണ് വൂൾ ഫ്ലീസ്. വൂൾ പ്രൊഡ്യൂസിങ് ആനിമൽസിൽ അടുത്തത് നോക്കാം. അങ്കോറ മുയൽ. അങ്കോറ വൂളാണ് അങ്കോറ മുയലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്കോറ വൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡക്ഷനാണ് ചൈന. ഇനി അങ്കോറ വൂൾസിൻ്റെ പ്രത്യേകത നോക്കാം. വളരെയധികം ഈട് നിൽക്കുന്നതാണ്, വളരെയധികം സോഫ്റ്റാണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്, ആഡംബര വസ്ത്രമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. വൂൾ പ്രൊഡ്യൂസിങ് ആനിമലിനെ പരിചയപ്പെടാം. അൽപ്പാക്ക വൂൾ. അൽപ്പാക്ക വൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൽപ്പാക്ക കാമലാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് വളരെ സോഫ്റ്റാണ്, വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ വിൻ്റർ ഗാർമെൻ്റായിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരം തുണികൾ വളരെ സ്ട്രെച്ചബിളാണ്, അതുപോലെ ആഡംബര വസ്ത്രമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. വൂൾ പ്രൊഡ്യൂസിങ് ആനിമൽസ്. ഇതിൽ അടുത്തതാണ് അങ്കോറ ആടുകൾ. ഈ അങ്കോറ ആടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൂളിന് പറയുന്ന പേരാണ് മോഹെയർ. മോഹെയർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? 1ാം സ്ഥാനത്തേക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. അതുപോലെ മോഹെയറിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതിന് നല്ല തിളക്കം ഉണ്ടായിരിക്കും, കളർ വേഗം പിടിക്കും, അതുപോലെ ഇലാസ്റ്റിക് സ്വഭാവമുണ്ട്. ഇതൊരു ആഡംബര തുണിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടർക്കി, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അടുത്തതായി കമ്പിളിയെക്കുറിച്ച് പഠിക്കാം. കമ്പിളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പിളിയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് മൃദുവും വഴങ്ങുന്നതുമാണെന്നുള്ളത്. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇലാസ്തികമാണ്, അതുകൊണ്ട് ചുളിവുകൾ വീഴില്ല. ചൂട് നിലനിർത്താൻ കമ്പിളിക്ക് കഴിവുണ്ട്. ഏറ്റവും കൂടുതൽ ജലം വലിച്ചെടുക്കാനുള്ള കഴിവുള്ള തുണി ഏതാണ്? കമ്പിളി വസ്ത്രങ്ങളാണ്. കമ്പിളി നാരുകൾക്ക് താരതമ്യേന ഉറപ്പ് കുറവായിരിക്കും. കമ്പിളി തുണികളിൽ വെള്ളം വീണാൽ എളുപ്പം നനയുകയില്ല. അതുപോലെ തന്നെ കമ്പിളി തുണികളിൽ ചായം പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ചൂട് കൊണ്ട് കമ്പിളി നാരുകൾക്ക് ബൽക്ഷയം ഉണ്ടാകാറുണ്ട്. വേഗം തീ പിടിക്കില്ല എന്നുള്ളത് കമ്പിളിയുടെ പ്രത്യേകതയാണ്. കമ്പിളി തുണികൾ സൂര്യപ്രകാശത്തിൽ നിറം മങ്ങാൻ സാധ്യതയുണ്ട്. കമ്പിളി തുണികളിൽ വേഗം പ്രാണികൾ വളരും. കമ്പിളി തുണികൾ കനം കൂടുതൽ ആയതുകൊണ്ട് തന്നെ അത് മടക്കുവാൻ പ്രയാസമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.